मेरे प्यारे देशवासियों, भारत ने तय कर लिया है खून और पानी एक साथ नहीं बहेंगे. നാലാൾക്കാരെ അറിയാനും വേണ്ടിയിട്ട് മോദി എന്ന പോലെ ഒരു മഹാപുരുഷന്റെ നമുക്ക് സാമീപ്യം കിട്ടുന്നത്. കാരണം നമ്മൾക്കിപ്പോ ഇപ്പൊ ആൾക്കാർ സാധാരണ പറയാറുണ്ട്, ഒരു സിനിമ നടനായി കഴിഞ്ഞാൽ ഡൽഹിയിലൊന്നും പോയാൽ നിങ്ങൾ അറിയപ്പെടുന്നില്ല. ഞാനിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും എന്നെ ആൾക്കാരെ അറിയപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അപ്പോൾ ആരാണ്ട് കുട്ടികളെ കണ്ട് എടുത്തിട്ടതാണ് അത് വൈറലായി. നരേന്ദ്രമോദി അതെ, അന്ന് മുതലാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു മോദിജിയുടെ അപരനായിട്ട് മാറിയത്. മോദിജിക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റാച്യു കുറക്കാനുള്ള ഒരു ശ്രമത്തിലും ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ മാത്രം, അതായത് ജനങ്ങളുടെ ആദരവ് കിട്ടുന്നുണ്ട് എനിക്ക്. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ അത്. പിന്നെ ഞാൻ ബാംഗ്ലൂരിലൊക്കെ ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഏത് സിനിമയാണ്? ഞാൻ കന്നഡ ഫിലിമിൽ 2018 റിലീസായ 8/11 സ്റ്റേറ്റ്മെന്റ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിയായിട്ട്. ആർട്ട് ഓഫ് ലിവിങ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ആർട്ട് ഓഫ് ഡൈയിങ്, എങ്ങനെയായിരിക്കണം നമ്മൾ മരണം, സ്വച്ഛന്ത മരണമായിട്ട്, നമ്മൾക്ക് ആശകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നമ്മളൊരു പ്രവേശിക്കുന്നവർ. അപ്പോൾ അതിന് പര്യാപ്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനകത്ത് ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂരിനടുത്തുള്ള പുതിയ റോഡ് എന്ന സ്ഥലത്ത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സവിശേഷ വ്യക്തിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധ്യ വ്യക്തിത്വങ്ങളുടെ രൂപസാദൃശ്യമുള്ളവർ ഒട്ടനവധി പേർ ജീവിച്ചിരുന്നുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ജോസഫ് സ്റ്റാലിനും ചാർലി ചാപ്ലിനും മാർഗരറ്റ് താച്ചറും മുതൽ കേരളത്തിലെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരെയുള്ളവർ. ഇക്കൂട്ടത്തിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ ഈ രൂപ സാദൃശ്യത്തിന് കാരണക്കാരനായ ആ വ്യക്തിയുടെ ജീവിതചര്യകളെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ PM നരേന്ദ്രമോദിയുടെ അതേ രൂപത്തിൽ ഒരാൾ. നമസ്കാരം സാർ. നമസ്കാരം. കണ്ണൂർ പയ്യന്നൂർ പുതിയ റോഡ്. PK രാമചന്ദ്രൻ. യെസ്. പക്ഷേ ഇപ്പോൾ PK രാമചന്ദ്രൻ എന്ന അഡ്രസ്സിനോളം തന്നെ പ്രശസ്തമാണ് നരേന്ദ്രമോദിയുടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അപരൻ എന്ന നിലയിൽ. അതെ, ആസ്വദിക്കുന്നുണ്ടത്. തീർച്ചയായിട്ടും. എല്ലാവരും മോദിജി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ശരിക്കും അതെവിടെയായാലും ജനങ്ങൾ നമ്മൾക്ക് ഒരുപാട് ബഹുമാനവും ആദരവും മോദിജിക്ക് കൊടുക്കുന്ന അതേ ബഹുമാനമാണ് എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേർക്കും പലപ്പോഴും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരം ഉണ്ടാവാറില്ല. ഏകദേശം അതേ ഒരു ഫീൽ ജനങ്ങൾ അനുഭവിക്കും താങ്കളെ കാണുമ്പോൾ. ഉണ്ട്, തീർച്ചയായിട്ടും. കുറേ അനുഭവങ്ങളിലൂടെ പ്രായമായവർ വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് അവർ കണ്ണുനീര് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നു, മോദിജിയുമായിട്ട് ഇത് പോസിബിൾ അല്ല, അതുകൊണ്ട് നിങ്ങളിലൂടെ മോദിജിയെ ഞങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞിട്ട്, അനുഭവിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, അതൊരു വലിയൊരു വികാരമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണത്, ഒരു അനുഭവമാണത്. എന്നാണ് ഈ രാമചന്ദ്രൻ എന്ന വ്യക്തിയിലെ നരേന്ദ്രമോദിയെ തിരിച്ചറിഞ്ഞത്, അല്ലെ തിരിച്ചറിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറലായി. ഒരു 2016 അത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വൈറലായി. അത് ആണ് നമ്മളെ പ്രശസ്തമാക്കിയത് എല്ലാ ദിക്കിലും. അതിനു മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അപ്പോൾ ആരാണ്ട് കുട്ടികളെ കണ്ട് എടുത്തിട്ടതാണ് അത് വൈറലായി. നരേന്ദ്രമോദി. അതെ, അന്ന് മുതലാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു മോദിജിയുടെ അപരനായിട്ട് മാറിയത്. അതിനു മുമ്പേ അവര് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ, എൻ്റെ ഒരു ബ്രദർ അവിടെ ഗുജറാത്തിലുണ്ട്, ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞാൻ തിരിച്ചറിയുന്നത്. ശരിയാണ്, കാരണം ഗുജറാത്തികൾക്ക് വളരെ ഫെമിലിയർ ആണ്, അവർക്ക് ഫെമിലിയർ ആണ്, സൗത്തിലേക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അതിനുശേഷം ഞാനും ആ ഭാവാത്മകമായിട്ട് ഞാൻ അത് നിലനിർത്താൻ വേണ്ടി നോക്കി താടി, അങ്ങനെ അതിനുശേഷമാണ് ഞാൻ കുറ്റിത്താടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ആ സമയത്ത്, അതായത് CM മോദിക്ക് ഇത്ര നരയില്ല, ഇല്ലായിരുന്നു. ഒരു നരയും കറുപ്പും കലർന്ന PM മോദിയാണ് ഇങ്ങനെ
നരച്ച് PM മോദിയാണ്. പക്ഷേ അപ്പോൾ താങ്കൾ അത് തിരിച്ചറിഞ്ഞ സമയം മുതൽ താങ്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഞാൻ അതിനനുസരിച്ച് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം എനിക്കും ചെറുപ്പമാണല്ലോ അന്ന്. എന്റേതും വന്ന് കുറ്റിത്താടി ഇങ്ങനെ കറുപ്പൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിൽക്കായിരുന്നല്ലോ. അതെ 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 അതെ. പിന്നെ അതിനുശേഷം ഞാൻ മോദിജിയുടേത് നോക്കിയിട്ട് ഞാനും അതിന് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മോശമില്ലാത്തൊരു സാദൃശ്യം ഉണ്ടെന്ന് തിരിച്ചറിയും അല്ലേ? മാത്രമല്ല അതിന്റെ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾക്ക് അർഹിക്കപ്പെടാത്ത നമുക്ക് ആദരവ് വെറുതെ കിട്ടുന്നതാണ്. അല്ലാതെ നമുക്ക് വേറെ മെറിറ്റ് ഒന്നുമില്ല. മോദിജിയുടെ അപരൻ എന്ന ഒരൊറ്റ ഒരു മെറിറ്റിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. എല്ലാവരും നിങ്ങളിവിടെ വന്നതും നിങ്ങൾ ഈ മെസ്സേജ് ഒക്കെ കൊടുക്കുന്നതൊക്കെ മോദിജിയുടെ അപരൻ എന്ന നിലക്കാണ്. അത് തന്നെ വലിയൊരു ബഹുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ അതെ. ഈ ധാരാളം പേരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഈ സിനിമാ താരങ്ങളുമായിട്ടും മറ്റും ഇങ്ങനെ സാദൃശ്യമുള്ള ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നല്ല എനിക്കൊരു വ്യത്യസ്തത തോന്നിയത്, താങ്കൾക്ക് ഓൾറെഡി ഒരു വല്ലാത്ത സാമ്യം ഉണ്ട്, സാദൃശ്യം കൂടുതലുണ്ട്. പക്ഷെ ഈ ഒരു വളരെ ഒരു ജെന്യൂനിറ്റി തോന്നിയത് രാവിലെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നടപ്പിൽ, ബോഡി ലാംഗ്വേജിൽ, വോയിസിൽ ഈ ഫിഗർ ഇങ്ങനെ നിർത്തിക്കൊണ്ട് താങ്കൾ അനാവശ്യമായി മോദിജിയെ അനുകരിക്കുന്നില്ല. വോയിസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. വോയിസ് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മോദിജി. ഒരു പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ ആക്ടിവിറ്റീസിൽ അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആരാധിക്കപ്പെടുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ ആവാൻ ചിലപ്പോൾ, പക്ഷേ വളരെ കുറവാണ്. സാധാരണ ഇങ്ങനെയുള്ള ഈ മറ്റൊരു വ്യക്തിയുടെ രൂപം പേറി ജീവിക്കേണ്ടി വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതുണ്ട്. അത് സ്വയം അവർ മാറും. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യുന്നു, രാവിലെ ഉണരുമ്പോൾ ഇവരുടെ ഈ പാച്ചുകൾ മാറ്റി മറ്റേ അദ്ദേഹമായിട്ടാണ് ഉണരുന്നത്. എന്നിട്ട് മാത്രമല്ല ശബ്ദമൊക്കെ അനുകരിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്, ദൈവാനുഗ്രഹത്താൽ എൻ്റെ ശബ്ദം ഇങ്ങനെ ആയിപ്പോയെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് കാണുന്നവർക്ക്, കേൾക്കുന്നവർക്കും എല്ലാം അറിയാം. പക്ഷെ താങ്കൾ അത്തരം ഒരു വ്യാജത്വം കാണിക്കുന്നില്ല എന്നാണ് ഞാൻ കണ്ട ഒരു. കാരണം താങ്കൾക്ക് ഓൾറെഡി സാമ്യമുണ്ട്, ഈ ശരീരം ഏകദേശം അങ്ങനെ തന്നെയാണ്. ആ രൂപത്തെ ആ ഒരു കൃത്യതയോടെ നിലനിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതെ, അത് ഇതൊരിക്കൽ കിട്ടുന്ന ഈ രൂപവും ഈ ഒരു ആക്ടിവിറ്റി സാദൃശ്യം എല്ലാം നമുക്ക് കിട്ടിയത് ദൈവാധീനമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ താടി ഇതൊന്നും അധികം പണിയെടുക്കണ്ട. ഞാനൊന്നും ഒരു പണിയും ചെയ്യുന്നില്ല. ഞാനുള്ളതെല്ലാം നേച്ചറാണ്. മാത്രമല്ല മുടിയില്ലേ, ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ജൂബിയും മാത്രം ഇടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു ചിലർ അങ്ങനെയല്ല, വളരെ കഷ്ടപ്പെട്ട് താടിയും മൂക്കും കണ്ണും ഒക്കെ വരച്ച് ചേർത്തിട്ട് മറ്റൊരാളാവാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ. പക്ഷേ ഇത് വളരെ അത്ഭുതകരമാണ് ഈ സാദൃശ്യം എന്ന് പറയുന്നതിനൊപ്പം താങ്കളുടെ ആ ജെന്യൂനിറ്റി ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ബഹുമാനത്തെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ സാദൃശ്യത്തിനും അതേ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ലോകാരാധ്യനാണ് ഇന്നും മോദിജി. വേൾഡിലത്തെ നമ്പർ 1 ലീഡറായി മാറിയിരിക്കുകയാണ്. അപ്പം അയാളുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ലോകത്തിലിപ്പം ഫേസ്ബുക്കിലാണെങ്കിലും അവരുടെ എക്സിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവർ മോദിജിയാണ്. അപ്പം മോദിജിയുടെ പോപ്പുലാരിറ്റി അനുസരിച്ച് എനിക്കും പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, സ്വാഭാവികമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ഐഡിയൽ പേഴ്സണാണ് എല്ലാ കാര്യത്തിലും. റൈറ്റിയസ് മാനാണ് അദ്ദേഹം. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവർ നമ്മുടെ രാജ്യത്തിന് ചെയ്തിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവായിട്ട് അപാരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും. അപ്പം അത്തരം ഒരു ലീഡറിനെ മോഡലായിട്ട് നമ്മൾക്ക് കോപ്പി ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ എനിക്കത് ഒരു അഭിമാനമല്ലേ. ഇത് മാത്രമല്ല ഈ രൂപം താങ്കൾക്കുണ്ടായതും താങ്കൾ അദ്ദേഹമായി പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ഇമേജിന് ദോഷം ഉണ്ടാക്കുകയും ചെയ്തത് അല്ലേ? ഉണ്ടാകും. അതാണ് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. മോദിജിക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റാച്യു കുറക്കാനുള്ള ഒരു ശ്രമത്തിലും ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ മാത്രം. അതായത് ജനങ്ങളുടെ ആദരവ് കിട്ടുന്നുണ്ട് എനിക്ക്. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ അത്. അപ്പോൾ അതൊക്കെയാണ് മോദിജി എന്നൊരു വ്യക്തിത്വം. അപ്പോൾ ഈ ഒരു രൂപം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ സർവേശ്വരനെ ഞാൻ നന്ദി പറയുന്നു. PM മോദിയെ കണ്ടിട്ടില്ല, പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഈ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ തിരക്ക് അതിന് നമ്മൾ വിഘ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. നമ്മൾക്കിപ്പം ഒരു സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ലക്ഷ്യം നമുക്കില്ലല്ലോ. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നുണ്ട്. അത്രയും മഹത്തായ ഒരു വ്യക്തിയുടെ കൂടെ എനിക്കും ഒരു സെൽഫി എടുത്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അത് ഒരു വലിയ ആദരവായിട്ട് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ PM മോദി അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കേരളത്തിലുണ്ടെന്ന്? ഉണ്ട്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈറലായിരുന്ന സമയത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതൊക്കെ
തമാശ രൂപത്തിൽ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഡ്യൂപ്പായതുകൊണ്ടേ. പിന്നെ ഞാൻ ബാംഗ്ലൂരിലൊക്കെ ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഏത് സിനിമയാണ്? ഞാൻ കന്നഡ ഫിലിമിൽ 2018 റിലീസായ 8/11 സ്റ്റേറ്റ്മെന്റ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഈ PM-ന്റെ പ്രധാനമന്ത്രിയായിട്ട്. അപ്പൊ അതിന്റെ പോസ്റ്റർ ബാംഗ്ലൂർ സിറ്റീസിൽ മുഴുവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മോദിജി അവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും കണ്ടു കാണും, അന്വേഷിച്ച് കാണണം. അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിത്വം കൂടി. സെൻസർ ബോർഡിന്റെ മുമ്പിൽ ഈ സിനിമ ചെല്ലുമല്ലോ. തീർച്ചയായിട്ടും. കേരളത്തിലെ BJP-ക്കാർ ഇല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരായിട്ട് ഇതുവരെ എനിക്ക് ബന്ധമില്ല. അവരാരും അങ്ങനെ വിളിച്ചിട്ടോ അന്വേഷിച്ചിട്ടൊന്നുമില്ല. അവർ കാണുന്നുണ്ടാവും ഫോട്ടോ ഒക്കെ. പക്ഷേ ഞാൻ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ സമാധാനമായിട്ട് ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എനിക്ക് അങ്ങനെ പൊളിറ്റിക്സിലൊക്കെ ഒന്നും ഇറങ്ങണം താല്പര്യമൊന്നുമില്ല. പൊളിറ്റിക്സ് ഉണ്ട്, നമ്മൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, സ്വാഭാവികം. അപ്പൊ അത് ഞാൻ മോദിജിയോട് ഞാൻ വളരെയധികം ആദരവുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ മോദിയുടെ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്. രാഷ്ട്രത്തിന് വേണ്ടി പ്രോഗ്രസ് ആരാണോ ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സ് മാത്രമല്ല, ഇപ്പോൾ എക്സ്ട്രാ ഒരു മാനസിക അടുപ്പം ഈ രൂപത്തിന്റെ പേരിൽ തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? കാരണം മോദിജി ആയിട്ടാണല്ലോ ഞാനിപ്പം മോഡലായിട്ട് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മോദിജിയുടെ ആദർശങ്ങളും അതൊക്കെ ആയിട്ട് എനിക്ക് അതൊരു മാനസിക അടുപ്പം നമ്മൾ അറിയാതെ തന്നെ ഉണ്ടായി. തീർച്ചയായിട്ടും മോദിജിക്ക് മുമ്പുള്ള PM മോദിക്ക് മുമ്പുള്ള ഈ രാമചന്ദ്രൻ എന്ന വ്യക്തി എന്തായിരുന്നു? ഞാൻ ബോംബെയിൽ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു ഞാൻ. അപ്പം അവിടെ ബോംബെയിൽ ഒരു 25 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 25 വർഷത്തിന് ശേഷം ഒരു 10 വർഷം ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ ജോലി ചെയ്തു. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ അവിടെ ബോംബെ തന്നെ ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ജോലികളൊക്കെ അവിടെ തന്നെയായി ഞങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവരുടെ പ്രൊഫഷണൽ ചെയ്ത് അവർ കമ്പനികൾ മാറി. എത്ര കുട്ടികളാണ്? 2 പേര്, 2 ആൺകുട്ടികളാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ബാംഗ്ലൂർ. വൈഫും അവരുടെ കൂടെ, അമ്മ അവരുടെ കൂടെ നിൽക്കുകയാണ്. ഞാനും അവിടെ തന്നെ. പക്ഷേ ഇപ്പം ഇതൊന്നും ചെറിയൊരു പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും നോക്കണം. എനിക്കൊരു ലോൺലിനെസ് കിട്ടും. അപ്പോൾ എനിക്ക് ഒരു സംശയം ഞാൻ തുറന്നു ചോദിക്കാൻ പോവാണ്. നരേന്ദ്രമോദിയുടെ ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ഇല്ലാത്ത ഒരു ജീവിതമാണല്ലോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. അത്ര ഒരു ജീവിതം ഇങ്ങനെ ഈ ഏകാന്തവാസത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായും. കാരണം ഞാൻ ചെറുപ്പത്തിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫ് തന്നെയായിരുന്നു. ഞങ്ങളെ നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിത്തവും ജോലിക്കുള്ള സാധ്യതകളൊക്കെ നമ്മൾ നേടുക, അതിനുള്ള ഒരു ആധികാരി ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാവുന്നത് വരെ അത് വേണമെന്നല്ല പറയുന്നത്. അത് കുട്ടികളൊക്കെ വളർന്ന് മുതിർന്നവരായി അവർ അമ്മയെ സംരക്ഷിക്കാനാകുമ്പോൾ അവരെ എല്ലാം കൂടെ ഒന്ന് ജീവിക്കുക. പിന്നെ നമ്മൾ കുറച്ചൊന്ന് മാറി, അതായത് ഒരു വനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു ലൈഫ്. അപ്പം ഞാൻ അതാണ് ചെയ്യുന്നത്. വനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോവുക എന്നല്ല, നമ്മളത് ലോൺലിനെസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനും റിഫ്ലക്ഷൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമായിട്ട് കണക്കാക്കുക, ചിന്തിക്കാനും ഇതൊക്കെ. അപ്പം അതിനുള്ള ഒരു സാധ്യത എനിക്ക് ദൈവം തന്നെ ഉണ്ടാക്കിയിട്ടതുകൊണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് ഏകാന്തമായിട്ട് ജീവിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്, യാത്രകൾ ചെയ്യാൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാധാരണ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്ന വനാന്തരങ്ങളിലേക്ക് പോവുക എല്ലാം ഉപേക്ഷിച്ചെന്നാണ്. അങ്ങനെയല്ല. ഭൗതികമായിട്ട് നമ്മളുടെ ആശയങ്ങളിൽ നമ്മൾ എല്ലാത്തിനെയും ത്യജിക്കാനാവുന്ന, കാരണം മരണം എല്ലാം ത്യജിപ്പിക്കുന്നതാണ്. മരണത്തിലേക്കൂടെ എല്ലാം നമ്മൾ ഒഴിവാക്കി പോകേണ്ടവരാണ്. അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പ്, നിങ്ങൾ ഇതെല്ലാം ഈ ബന്ധനങ്ങൾ ഇതിനെല്ലാം ത്യജിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അത് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം മരണം നമ്മൾക്ക് ആനന്ദകരമായിട്ട് എങ്ങനെ സാധിക്കാം, അതായത് ഇപ്പം ആർട്ട് ഓഫ് ലിവിങ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ആർട്ട് ഓഫ് ഡൈയിങ്, എങ്ങനെയായിരിക്കണം നമ്മൾ മരണം? സ്വച്ഛന്ത മരണമായിട്ട് നമ്മൾക്ക് ആശകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നമ്മളൊരു പ്രവേശിക്കുന്നവർ. അപ്പോൾ അതിന് പര്യാപ്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനകത്ത് ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്യക്തിപരമായി ആദ്യം തന്നെ ലൈഫിനെ ഇങ്ങനെ 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു. എനിക്കത് ചെറുപ്പത്തിലെ ആ ഒരു ആശയത്തോട് വളരെയധികം ഞാൻ സ്വാധീനത്തിലുണ്ടായിരുന്നു. അതായത് നാനാവിധമായ അറിവുകൾ നേടുന്നതിന് വേണ്ടി ബ്രഹ്മചര്യകാലം വിനിയോഗിക്കുക, ശേഷം ഗൃഹസ്ഥത്തിലേക്ക് പ്രവേശിക്കുക, അവിടെ ധർമ്മ അർത്ഥ കാമ മോക്ഷ, അതായത് പുരുഷാർത്ഥങ്ങളുടെ പൂർത്തീകരണം.
അല്ലേ? അതിനുശേഷം നേരെ തീർത്ഥാടനങ്ങളും മനഃശുദ്ധിയും ഞാനിപ്പോൾ ചെയ്യുന്നത് അതാണ്. തീർത്ഥാടനം യാത്രകൾ ഒരുപാട് ഞാൻ ചെയ്യും. വാനപ്രസ്ഥ സമയത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളെയൊക്കെ ഞാൻ സന്ദർശിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ അയോധ്യയും കാശിയൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നത്. അപ്പോഴാണ് ആ ഡൽഹിയിലുള്ള ആ ഗോളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ വാനപ്രസ്ഥ ജീവിത ശൈലികൾ. ഇത് വാനപ്രസ്ഥ ഘട്ടമാണ്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം എന്നുള്ളത്. അല്ലേ? അതിനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്. നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ദൈവം തന്നിരിക്കുന്നു. നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് യാത്രകൾ, പിന്നെ അതുപോലെ നിങ്ങളെയൊക്കെ ആൾക്കാരാണ് നമ്മൾ 24 മണിക്കൂറും എല്ലാ ദിവസവും നമ്മളിങ്ങനെയല്ല. നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരെ കണ്ടുമുട്ടുന്നു സ്വാഭാവികമായിട്ടും. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് മാത്രമില്ല, സ്പിരിച്വാലിറ്റിയിൽ അടങ്ങുന്നതാണ് ഭൗതികതയും. ഭൗതികതയും സ്പിരിച്വാലിറ്റി ഒന്ന് തന്നെ. ഭൗതികത ഇല്ലാതെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല, അതില്ല. കാരണം നമ്മുടെ അവിടെ തന്നെ പറയുന്നുണ്ട്, ഗാർഹസ്യത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ ധർമ്മവും അർത്ഥവും കാമവും പൂർത്തീകരിക്കാത്തവന് മോക്ഷമില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നമ്മൾ ശരീരവും സ്പിരിറ്റും എന്ന് പറയുന്നില്ലേ, ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം ബോഡി ഉള്ളവർ ഉണ്ടെങ്കിലല്ലേ മൈൻഡ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ബോഡി എന്ന് പറയുന്നത് സാധാരണ ഇവരെടുക്കുന്ന ബോഡി ഭൗതികവും സ്പിരിറ്റ് ആധ്യാത്മികവും എന്നാണ്. അല്ല, ഇത് രണ്ടും ഒന്നുമല്ലേ. സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ് ബോഡി ഉണ്ടാവുന്നത്. സ്പിരിറ്റിന് നിലനിൽക്കാൻ ബോഡി ആവശ്യമുണ്ട്. അപ്പോൾ അത് രണ്ടുമുള്ള ഒരു യൂണിയനാണ്, ഒരു യോഗിക്ക് അർത്ഥമാണ് അതിനകത്തുള്ളത്. അപ്പം നമ്മൾ ദൈവികമായിട്ട് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയൊക്കെ ഞാൻ 4-5 വർഷം ഞാൻ ആധ്യാത്മിക ചിന്തകളുമായിട്ട് ഋഷികേശത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. അതെന്താണ്? ഞാൻ 2008 ഋഷികേശിൽ നമ്മുടെ ശിവാനന്ദാശ്രമത്തിൽ. ഞാൻ ചോദിക്കാൻ കാരണം 2008 PM മുമ്പാണ്. ഇതിനു മുമ്പ് അതെ, അതിനു മുമ്പ് 2008 ഞാൻ ഋഷികേശത്തിൽ അവരുടെ ആശ്രമത്തിൽ ഞാൻ പിന്നെ അവിടെ ഒരു ഫോറസ്റ്റ് അക്കാഡമിയിൽ യോഗ വേദാന്ത ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നെ ഇൻവൈറ്റ് ചെയ്യും, ഞാൻ പോയി പങ്കെടുക്കുകയും ഞാൻ അതിനകത്ത് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടെ ആ ഫോറസ്റ്റ് അക്കാഡമിയിൽ. അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് ഞാൻ അങ്ങനെ യോഗാനന്ദയുടെ YSS ഒക്കെ ആയിട്ട് അസോസിയേറ്റ് സ്പിരിച്വാലിറ്റി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ അതിനനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് ഈ സാദൃശ്യം കൂടി വന്നിരിക്കും. അത് ദൈവം തന്നിരിക്കുന്ന ഒരു ബോണസ് എന്ന് പറയാം നമ്മൾക്ക്. അപ്പോൾ നമ്മൾക്ക് 4 ആൾക്കാരെ അറിയാനും വേണ്ടിയിട്ടും മോദി എന്ന പോലെ ഒരു മഹാപുരുഷൻ്റെ നമുക്ക് സാമീപ്യം കിട്ടുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ ആൾക്കാർ സാധാരണ പറയാറുണ്ട്, ഒരു സിനിമ നടനായി കഴിഞ്ഞാൽ ഡൽഹിയിലൊന്നും പോയാൽ നിങ്ങൾ അറിയപ്പെടുന്നില്ല. ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എന്നെ ആൾക്കാരെ അറിയപ്പെടുന്നു. തീർച്ചയായും മലയാളത്തിലെ പല താരങ്ങളെയും അറിയില്ലല്ലോ. അപ്പൊ എന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാർ അറിയപ്പെടുന്നത് മോദിയുടെ ഡ്യൂപ്പ് പോകുന്നു. മോദി. അപ്പൊ അതൊക്കെ ദൈവം തന്നിരിക്കുന്ന ഒരു എന്താ പറയണ്ട ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയാം. അതെ, ആ ഒരു നന്ദിയും കടപ്പാടും അറിഞ്ഞോ അറിയാതെ ഇല്ലേ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇല്ലേ, സത്യം പറഞ്ഞാൽ ഒരു ഫിഗറിനപ്പുറം, അതായത് ഞാൻ പ്രതീക്ഷിച്ച് വന്ന ഒരു ഫിഗറിനപ്പുറം, നരേന്ദ്രമോദി എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫിഗറിനൊപ്പം ജീവിതചര്യയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി വളരെ ചേർന്ന് ഞാൻ നേരിട്ട് കണ്ടു എന്ന കാര്യത്തിലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഒപ്പം ഇത്രയും നേരം പങ്കെടുത്തതിന്, സംസാരിച്ചതിന്, ആശയങ്ങൾ പങ്കുവച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു സർ. ഞാനും വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂവിന് എന്താ പറയുക, പോഡ്കാസ്റ്റ് അല്ലേ, ഇതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസരം തന്നതിന് ഞാൻ നിങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു സർ.